ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണോ? യൂട്യൂബിൽ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾക്ക് ഈ ഒരു ഓപ്ഷൻ എക്സ്ട്രാ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു കത്രികയുടെ ഐക്കണോട് കൂടിയ ക്ലിപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഐക്കൺ ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. ഇതെന്താണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കറിയാം, യൂട്യൂബിലെ വീഡിയോസ് മറ്റും നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും മറ്റും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. വാട്സപ്പിലൂടെയും ജിമെയിലൂടെയൊക്കെ നമുക്ക് യൂട്യൂബ് വീഡിയോ നമ്മുടെ ഫ്രണ്ട്സിനും മറ്റും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഷെയർ എന്നത് ക്ലിക്ക് ചെയ്ത് ആർക്കാണോ അയക്കേണ്ടത് അവർക്ക് നമ്മൾ ഇതുപോലെ വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടുള്ള ആണ് നമ്മൾ ഈ ലിങ്ക് വഴി ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് യൂട്യൂബ് വരികയും യൂട്യൂബിലൂടെ ഈ ഒരു വീഡിയോ ഫുള്ളിരുന്ന് കാണുകയും ചെയ്യും. എന്നാൽ ക്ലിപ്പ് എന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഫുള്ള് സെൻഡ് ചെയ്യാതെ ഇതിലേതെങ്കിലും കുറച്ച് പോർഷൻസ് മാത്രം നമുക്ക് ഫ്രണ്ട്സിന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇവിടെ ക്ലിപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കുറച്ച് പോർഷൻസ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ, അതിൽ ഏത് പോർഷൻസ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. അതും 60 സെക്കൻഡിനുള്ളിലുള്ള കുറച്ച് പോർഷൻസ് മാത്രമേ നമുക്ക് ഇത്തരത്തിൽ സെൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് മാത്രം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്താൽ മതിയെങ്കിൽ ആ ഒരു പോർഷൻസിൻ്റെ അടുത്ത് ഈ ഒരു പോയിൻ്റ് ഇതുപോലെ കൊണ്ടുവെക്കാം. അപ്പോൾ ഇത്രയും ഒരു പോർഷൻസിനകത്തായിരിക്കും നമ്മുടെ ആ ഒരു വീഡിയോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് നമുക്ക് ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യം ചിലപ്പോൾ ഇത്ര ഒരു പോർഷൻ ആണെന്നായിരിക്കട്ടെ. അപ്പോൾ അത്രയും പോർഷൻ നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്യാം. അതിനുശേഷം മസ്റ്റായിട്ട് നമുക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ആഡ് ഡിസ്ക്രിപ്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു വീഡിയോ എന്താണെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ടൈറ്റിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കൊടുക്കാവുന്നതാണ്. എന്തായാലും ഏതെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കണം എന്ന് മാത്രം, എങ്കിൽ മാത്രമേ നമുക്കിത് ഷെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ഷെയർ ക്ലിപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഒരു ക്ലിപ്പ് മാത്രമായിട്ടായിരിക്കും നമുക്ക് ആ ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഷെയർ ക്ലിപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ വാട്സപ്പിലൂടെയാണ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത്. വാട്സപ്പിൽ ആർക്കാണോ നമുക്ക് ഷെയർ ചെയ്യേണ്ടത് ആ കോണ്ടാക്റ്റിലൂടെ നമുക്കിത് നമ്മുടെ ആ ഒരു ഫ്രണ്ടിന് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ അത് സെൻഡ് ആയിട്ടുണ്ട്. ഇനി ഇത് റിസീവ് ചെയ്ത നമ്മുടെ ആ ഒരു ഫ്രണ്ട് ക്ലിക്ക് ചെയ്ത് ഈ ഒരു വീഡിയോ കാണാൻ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്ത അത്രയും പോർഷൻസ് മാത്രമേ ആ ഒരു വ്യക്തിക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ആ ഒരു വീഡിയോ ഫുള്ള് ആ വ്യക്തിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ഫ്രണ്ട്സിന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും വീഡിയോസൊക്കെ സെൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ മുഖേന സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് വീഡിയോയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ക്ലിപ്പ് മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനു വേണ്ടി നേരത്തെയൊക്കെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. അത്തരത്തിലാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെയൊക്കെ സഹായത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ കുറച്ച് പോർഷൻസ് മാത്രം യൂട്യൂബ് വീഡിയോയുടെ കുറച്ച് പോർഷൻസ് മാത്രം നമ്മൾ സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം മുതൽ അതിൻ്റെ അതൊന്നും ആവശ്യമില്ല. അതായത് ആ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊന്നും ആവശ്യമില്ല. യൂട്യൂബ് തന്നെ അതിനുള്ള ഒരു പരിഹാരം നമുക്ക് കണ്ടെത്തി തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പം നല്ലൊരു അപ്ഡേറ്റ് ആണ്. എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക.